നമസ്കാരം, ന്യൂസ് 3ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ കാലത്തെ പാരന്റിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പുതിയ കാലത്തെ പാരന്റിങ് എന്നൊന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം കാലങ്ങൾക്ക് മുന്നേ ഒരു കുട്ടിയെ വളർത്തിയ സാഹചര്യമല്ല ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. കുട്ടികളുടെ ഓരോ പ്രായത്തിലെയും മാറ്റങ്ങളിൽ ആശങ്കപ്പെടുന്ന രക്ഷിതാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഈയിടെ കോൻ ബനേഗ ക്രോർപതി എന്ന അമിതാഭ് ബച്ചൻ ഷോയിൽ പങ്കെടുത്ത ഗുജറാത്തിൽ നിന്നുള്ള ഇഷിത് ഭട്ട് എന്ന 10 വയസ്സുകാരൻ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ബച്ചനോട് ബഹുമാനമില്ലാതെ പെരുമാറിയെന്നും അമിത ആത്മവിശ്വാസം കാണിച്ചു എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങളും ആ കുഞ്ഞിനെ കുറിച്ച് ഉയർന്നിരുന്നു. ഇന്ന് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. കുട്ടികളുടേത് ആത്മവിശ്വാസമാണോ അഹങ്കാരമാണോ? നമുക്കൊപ്പം അതിഥികളായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഡ്വക്കേറ്റ് സമീർ ആബീസ്, ഡ്യൂൺ പബ്ലിക് സ്കൂൾ സെന്റർ ഹെഡും സൈക്കോളജിസ്റ്റുമായ ശ്രീമതി ലക്ഷ്മി നായർ എന്നിവർ ചേരുന്നു. ഞാൻ ആദ്യം രണ്ടുപേർക്കും സ്വാഗതം ന്യൂസ് 3ലേക്ക്. ഞാൻ ആദ്യം ശ്രീമതി ലക്ഷ്മി നായരിലേക്കാണ് പോകുന്നത്. ഒരുപാട് കുട്ടികളെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാകും. ഈ പാരന്റിങ് എപ്പോഴും അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ വലിയ ആശങ്കയുള്ള ഒരു സംഭവമാണ്. ഈ കോൻ ബനേഗ കരോട്പതിയിലെ ഈ വലിയ ബുള്ളിങ് ആ കുഞ്ഞിന് നേരെ ഉണ്ടായിരുന്നു എന്നുള്ള ചർച്ച ഒരു വശത്ത് നടക്കുമ്പോൾ, ആ കുട്ടി അഹങ്കാരത്തോടെയാണ് പെരുമാറിയത്, ഒട്ടും ബഹുമാനമില്ലാതെ, ബച്ചൻ ആരാ എന്ന് പോലും അറിയാതെയാണ് പെരുമാറിയത് എന്നുള്ള വലിയ വിമർശനവും ഉണ്ടായിരുന്നു. താങ്കൾ ഇതിൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്? താങ്ക് യു. ഞാനിത് രണ്ട് ഭാഗത്തുമല്ല. കാരണം എന്താന്ന് വെച്ചാല്, കുട്ടിക്ക് 10 വയസ്സേ ഉള്ളൂ. അപ്പോ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത്, ആ പ്രായത്തില് ഒരു ഡെവലപ്മെന്റൽ ബയസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് അവനവനെ പറ്റി തന്നെ ഒരു കറക്റ്റ് എസ്റ്റിമേഷൻ ഇല്ലാത്ത ഒരു പ്രായമാണ്. പിന്നെ ആക്ച്വലി അമിതാഭ് ബച്ചൻ ആരാണെന്ന് അറിയില്ല, ഇത്ര വലിയ മനുഷ്യനാണെന്ന് അറിയില്ല എന്നതിന്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാല്, ഇൻഹിബിഷൻ ഇല്ലാത്ത കുട്ടിയാണ്. അതൊരു ഭയങ്കര നല്ലൊരു പേരന്റിങ് പോയിന്റ് ആണ്. ഇൻഹിബിഷൻ ഇല്ല, ഭയമില്ല എന്നുള്ളതൊരു നമ്മളെ കുട്ടികളെ വളർത്തുമ്പോഴത്തേക്കും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പിന്നെ ഇന്നത്തെ കാലത്ത്, ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ വിഷയം തന്നെ കുട്ടി കോൺഫിഡന്റ് ആയിരുന്നോ, അറഗന്റ് ആയിരുന്നോ, അഹങ്കാരമായിരുന്നോ എന്നുള്ളതാണ്. നമ്മൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ താഴ്ത്തി പറയാതെ അവനവന്റെ കേപ്പബിലിറ്റീസിനെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നതാണ് കോൺഫിഡൻസ്. അറഗൻസ് ആണെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും സുപ്പീരിയർ ആണ്, എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ആ ഒരു കുട്ടി പറഞ്ഞത് എനിക്ക് റൂൾസ് ഒക്കെ അറിയാം, എൻ്റെ അടുത്തൊന്നും ഇനി പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞതാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാതെ വന്നത്. ആദ്യമായി പറഞ്ഞോളട്ടെ, അമിതാഭ് ബച്ചൻ ജി വളരെ നന്നായിട്ട് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു. ഒരുപക്ഷെ അദ്ദേഹത്തിനും കൊച്ചുമക്കളുണ്ട്, ഇതുപോലത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ട് എന്നുള്ളതായിരിക്കാം. കുട്ടി തീർച്ചയായിട്ടും ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. അതുകൊണ്ടാണല്ലോ കുട്ടി രാമായണത്തിന്റെ ആ സ്റ്റോറി ആ സീക്വൻസ് ചോദിച്ചപ്പോഴത്തേക്കും കുട്ടിക്ക് പറയാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ ഇത് കുട്ടിയെ, ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ഉള്ളവർ തന്നെ ഒരുപാട് അവർ സ്വയം അവരൊരു സബ്ജക്റ്റ് അല്ലെങ്കിൽ അവർ കണ്ടന്റ് നോക്കി അവര് അത് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് 2 വശവും പറയുന്നവരാണ് ഈ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു സൈക്കോളജിക്കൽ ബയസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ അവര് മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുമ്പോൾ ഈ കേൾക്കുന്നവർ ഓരോരുത്തരും ഒരു വ്യൂ അല്ലെങ്കിൽ വേറൊരു വ്യൂ എടുക്കും. പക്ഷെ അതിനപ്പുറമായിട്ട് ഈ ഒരു കാര്യം, അതായത് നമ്മൾ പേരന്റിങ്ങില് കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മൾ തന്നെ പറയും, ഓ നീ വലിയ മിടുക്കനാണ്, നീ അതാണ്, അവൻ എത്രയാണോ അതിനും മേലെയായിട്ട് നമ്മൾ കുട്ടികൾക്ക് ഒരുപാട് എക്സസീവ് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അവനവനെ പറ്റി തന്നെ ഒരു ഓവർ എസ്റ്റിമേഷൻ വരും. പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് നമുക്ക് മിക്കവാറും ഉള്ള വീടുകളിൽ ഒരു കുട്ടിയേ ഉള്ളൂ. ആ കുട്ടിക്ക് ഒരു അച്ഛനും അമ്മയും, പിന്നെ അച്ഛന്റെ 2 പേരൻസ്, അമ്മയുടെ 2 പേരൻസ്. അപ്പൊ എല്ലാവരുടെ അറ്റൻഷനും ഈ കുട്ടിയിലോട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സെൻസ് ഓഫ് എൻടൈറ്റിൽമെന്റ്, അതായത് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ കിട്ടണം, അപ്പം എനിക്ക് ഇതൊക്കെ ആവാം, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു പ്രവണത വരും. പിന്നെ വേറൊരു ഇപ്പോഴും കാണുന്നത് പേരന്റിങ്ങില് നമുക്ക് പലപ്പോഴും, ഞാൻ ഇവിടുത്തെ പേരൻസിലും ഒക്കെ ഞാൻ പറയുന്നതും അവരെ അഡ്വൈസ് ചെയ്യുന്നതൊക്കെ ഉള്ളൊരു കാര്യം, നോ എന്ന് പറയാറ്. നമ്മൾ നോ ഇല്ല, കാരണം എല്ലാം ചെയ്തു കൊടുക്കാം, നമുക്കെല്ലാം ഉണ്ടല്ലോ. പിന്നെ ഓവർ കോമ്പൻസേഷൻ. ഇപ്പൊ മിക്കവാറുള്ള വീടുകളിൽ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നവരാണ്.
അപ്പൊ അവർക്ക് കിട്ടുന്ന വളരെ ചിലപ്പോൾ വീക്കെൻഡ്സ് ആയിരിക്കും നല്ലൊരു ടൈം കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. അപ്പം അവൻ ചോദിക്കല്ലേ കൊടുക്കാം എന്ന്. അപ്പൊ നമ്മള് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പം പെട്ടെന്ന് വിചാരിച്ചതെല്ലാം നമുക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും റിയൽ ലൈഫിന് കുട്ടി പ്രിപ്പയർഡ് അല്ല. ഇതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോ സമാധാനമായിട്ട് ആലോചിച്ച് പെരുമാറണം, അല്ലെങ്കിൽ പേഷ്യൻസ് വേണം, അല്ലെങ്കിൽ എന്നെക്കാട്ടിലും കുറച്ച് പ്രായം കൂടിയ ആള് ആരോ ആയിക്കോട്ടെ, അമിതാഭ് ബച്ചൻ അല്ല, രജനീകാന്ത് ആരോ ആയിക്കോട്ടെ, അവരോട് എന്നെക്കാട്ടി പ്രായത്തിന് മൂത്തവരോട് എങ്ങനെ പെരുമാറണം, അതിനുള്ള ഒരു സമാധാനം നമുക്ക് കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മിക്കവാറും പറ്റാറ്. പിന്നെ വരുന്നത് സ്ക്രീനിന്റെ എഫക്ട്സ്, ഓവർ യൂസ് ഓഫ് സ്ക്രീൻ, ഡിജിറ്റൽ ഇൻഫ്ലുവൻസ്. ഇപ്പൊ ഒരുപാട് കുട്ടികൾ പെട്ടെന്നുള്ള ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ കുട്ടികളുടെ ആ പേഷ്യൻസ് വളരെ കുറഞ്ഞ കണ്ടുവരുന്നതുമാണ്. അതിന് ഒരുപാട് നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് കറക്ഷൻ വേണം. പിന്നെ ബാഡ് എക്സാമ്പിൾ ഫ്രം പേരൻസ്. ഞാൻ ഒരിക്കലും ഇങ്ങനെ നമ്മൾ ഒരു കാര്യം കേട്ട ഉടൻ പേരൻസിനെ കുറ്റം പറയാം അല്ലെങ്കിൽ കുട്ടിയെ കുറ്റം പറയാം, അങ്ങനെയല്ല. ഇതൊരു സാഹചര്യമാണ്. ബാഡ് എക്സാമ്പിൾ പല കാരണങ്ങളും കൊണ്ടാവാം. അവര് തമ്മിലുള്ള കമ്പാറ്റബിലിറ്റി ശരിയല്ലാതെ വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ തെറ്റായ എക്സാമ്പിൾ കാണിക്കുന്നത്. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അടിക്കുക, കോർപ്പറൽ പണിഷ്മെന്റ്. എന്തിനും നമുക്ക് അതായത് ഈ അടി എന്ന് പറയുന്നത് തന്നെ വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ്. ഏറ്റവും പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അടിച്ചു. അപ്പൊ കുട്ടി പഠിക്കുന്നത് എന്താണ്? എനിക്ക് ആവശ്യമുള്ളത് കിട്ടാനായിട്ട് എനിക്ക് എന്റെ പവർ ഉപയോഗിക്കാം, എനിക്ക് എന്റെ ശക്തി ഉപയോഗിക്കാം. അതിപ്പോ എന്റെ ബിഹേവിയർ തന്നെ എൻകറേജ് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ബിഹേവിയർ ഉപയോഗിച്ച് എനിക്ക് നേടാനുള്ളത് നേടാം എന്നൊക്കെ പറഞ്ഞ. പിന്നെ നമ്മൾ ചുറ്റും എപ്പോഴും കേൾക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ് ഇൻകൾക്കേറ്റ് ചെയ്യണം. ഈ പോസിറ്റീവ് തിങ്കിങ് യാഥാർത്ഥ്യം അല്ലാത്ത സാഹചര്യവും നമ്മൾ പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് പോസിറ്റീവ് തിങ്കിങ് കൊടുക്കുന്ന പേരൻസോ അല്ലെങ്കിൽ സമൂഹമോ ഉണ്ട് നമ്മുടെ ചുറ്റും. അപ്പം ഇല്ല നീ മിടുക്കനാണ്, നിനക്ക് കയറാൻ പറ്റും, നിനക്ക് ഇത് ചെയ്യാൻ പറ്റും ഇല്ലാത്തതാണെങ്കിൽ കൂടി പറയുമ്പോൾ ആ കുട്ടിക്ക് റിയാലിറ്റിയുമായിട്ട് ഒബ്ലീവിയസ് ആയിരിക്കും. ഇതാണ് ശരി, എന്നെ കൊണ്ട് ഇത്രയും കഴിവേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതാണ് എന്നെ കൊണ്ട് പറ്റുന്നത്, ഇതാണ് എനിക്ക് പറ്റാത്തത്, അപ്പൊ ഞാൻ ഇന്ന എഫേർട്ടാണ് ഇടേണ്ടത് എന്നുള്ളത് ആ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു സഹിഷ്ണുത കുട്ടികളിൽ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ സർക്കംസ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഉള്ള കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഈ കുട്ടിയുടെ ബിഹേവിയർ ജഡ്ജ് ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ കുട്ടി അറഗന്റോ ഓവർ കോൺഫിഡന്റ് ഡെഫിനറ്റ്ലി ആയിരുന്നു. അറഗന്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കത് അതിനോട് വ്യക്തമാണ് താങ്കളുടെ മറുപടി. ഞാൻ അഡ്വക്കേറ്റ് സമീറ ബീസിലേക്ക് കൂടി പോവുകയാണ്. അഡ്വക്കേറ്റ് സമീറ ബീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയിൽ ഇരിക്കാൻ ഏറ്റവും യോഗ്യയായ ഒരാൾ കൂടിയാണ്. കാരണം സ്വന്തം മകനെ കൂടി ഉൾപ്പെടുത്തിയുള്ള കണ്ടന്റ് ക്രിയേഷൻ നമ്മളെല്ലാവരും കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അതിന് ഒരുപാട് പേര് അമ്മമാരും ഒക്കെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്. എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അഡ്വക്കേറ്റ് സമീറ ബീസ്, താങ്കളൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നുണ്ട്. കാരണം ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ ഒരു വിഷയത്തിന് ശേഷം ആ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഒരുപാട് കണ്ടന്റുകൾ ചെയ്തിരുന്നു. ഭയങ്കര മോശമായിട്ടാണ് അവൻ ബിഹേവ് ചെയ്തത്, അവൻ്റെ വളർത്തു ദോഷമാണ് എന്ന രീതിയിലൊക്കെയുള്ള കണ്ടന്റ് ക്രിയേഷൻ നമ്മൾ കണ്ടിരുന്നു. അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു അമ്മ എന്ന രീതിയിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം എന്നതിൽ ഒരു ആശങ്കയും ആശയക്കുഴപ്പവും ഒക്കെ പുതിയ പാരൻസിനുണ്ട്. അശ്വതി, പുതിയ പാരന്റ്സ്, പുതിയ കുട്ടികൾ, പുതിയ തലമുറ എന്നുള്ളത് ഇത് വർഷകാലങ്ങളായി കേട്ട് തന്നെ വരുന്നതാണ്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്റെ പാരന്റ്സ്, അവര് കുട്ടിയായിരുന്നപ്പോൾ അവരുടെ പാരന്റ്സ് ഒക്കെ, ഈ കാലഘട്ടത്തിലെ കുട്ടികൾ, പുതിയ പാരന്റ്സ്, പുതിയ കുട്ടികൾ, ഈ സംസാരം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ കുട്ടി സാഹചര്യത്തിനനുസരിച്ച് ബിഹേവ് ചെയ്യുക, പെരുമാറുക എന്നുള്ളത് ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത് പ്രൈമറിലി പാരന്റ്സിന്റെ തന്നെ ഉത്തരവാദിത്തമാണ്. കുട്ടി അത് തന്നെ പഠിച്ചെടുക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവര് മലമൂത്ര വിസർജനം നടത്തുന്നത് ടോയ്ലറ്റിൽ, വാഷ്റൂമിലല്ല. പക്ഷെ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്യുന്നു. അവർ ഭക്ഷണം കഴിക്കാൻ, വാരി കഴിക്കാൻ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നു. അവർക്ക് ABCDയും IEയും നമ്മൾ അവരെ ട്രെയിൻ ചെയ്താണ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങളോടും എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടാൽ പെരുമാറണമെന്ന് മാതാപിതാക്കൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അവർ മാതൃകയാവണം. ഇവരുടെ പഠിപ്പിച്ചു കൊടുക്കപ്പെടാതിരുന്നാൽ പിന്നെ ഈ മാതൃകയാണ് അവർ സ്വീകരിക്കുന്നത്. അല്ലാതെ അവർക്ക് തന്നെത്താനെ അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സൈക്കോളജി വശവുമില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ എന്റെ മകനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, എന്റെ മകനും ഇതുപോലെ ഒരു ഷോയിൽ പോയിട്ടുണ്ട്.
അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു ഷോയിൽ കുട്ടി, അതും ഈ 10 വയസ്സിലാണ്, ഇപ്പൊ അവന് 14 വയസ്സുണ്ട്, അന്ന് 10 വയസ്സിൽ, ഈ 10 വയസ്സിലൊക്കെ ഉള്ള കുട്ടികളുടെ ഒരു ഷോയിലൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ, ക്വിസ് പോലത്തെ ഒരു ഷോയിലൊക്കെ പങ്കെടുത്താൽ അവിടെയുള്ളവർ അത് അവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കും. അല്ലാതെ അവിടെ ആരും ടെൻഷൻ ആക്കില്ല, ആരും നിങ്ങൾ നിർബന്ധിക്കില്ല. കാരണം കുട്ടികളാണ്, സ്ക്രീനിൽ വരുമ്പോൾ, ക്യാമറയിൽ വരുമ്പോൾ ചാനലിന് അത് നന്നായി വരണമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെ മാക്സിമം കംഫർട്ടബിൾ ആക്കാം. ഈ കുട്ടി അവിടെ വരുമ്പോൾ ഈ നമ്മൾ പൊതുവെ കണ്ട ഒരു കാര്യമാണ്, ഓവർവെൽംഡ് ആയിപ്പോയി. ശരിയാണ്, കുട്ടി അമിതാഭ് ബച്ചൻ, ലൈറ്റുകൾ, ക്യാമറ, ചുറ്റുമിരിക്കുന്ന ആൾക്കാർ, ആ ആൾക്കാരിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഇല്ലേ? കുട്ടി ആദ്യം പറഞ്ഞത്, സാറേ ഒന്ന് കൂടുതലൊന്നും പറയണ്ട, റൂൾസ് ഒന്നും വേണം പഠിപ്പിക്കണ്ട, സാറ് ചോദിച്ചാട്ടെ എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൈ അടിച്ചങ്ങ് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തില്ലേ? അത് തന്നെ കുട്ടിക്ക് ഒരു ഉന്മേഷമായി. ഞാൻ എന്തോ നല്ലതായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മളായാലും ഒരു പ്രസംഗ സ്ഥലത്ത് നിന്ന് പ്രസംഗിച്ച് ആദ്യത്തെ ലൈൻ കൊള്ളാം, 2 കൈയടി കിട്ടിയാൽ നമ്മൾ അതിൽ പിടിച്ചായിരിക്കും പിന്നെ പ്രസംഗിക്കുക. ഇത് തന്നെ ആ കുഞ്ഞിന് സംഭവിച്ചു. പക്ഷേ ആ കുട്ടിയുടെ പാരന്റ്സ് അവിടെ ഇരിക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, അമ്മ വളരെ കൂളായിട്ടിരുന്ന പരിപാടി കാണുകയാണ്, പക്ഷെ അച്ഛൻ ഭയങ്കര ആങ്ഷ്യസ് ആയിരുന്നു. അച്ഛന്റെ മുഖത്ത് ഈ ആങ്ഷ്യസ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ അതാണ് ആ ഷോയെ കുറിച്ചാണ് സംഭവം. അതെ, പറഞ്ഞോളൂ സമീറ. ത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഒരു ട്രെൻഡാണ്, എല്ലാരും ട്രെൻഡിന്റെ പിറകെയാണല്ലോ. ബഹുമാനം അങ്ങനെ വലിയ നിർബന്ധമുള്ള കാര്യമല്ല എന്നൊരു തോന്നൽ, അത് ഏറ്റവും ആദ്യം തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ്. കുട്ടി വന്നിട്ട് ഇന്ന് ടീച്ചർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ പറഞ്ഞാത്തപ്പോ ടീച്ചർ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഉടനെ അച്ഛനും അമ്മയും കൂടെ ടീച്ചറിനെ അവിടെ നിന്നങ്ങ് പറയാണ്, ടീച്ചർ അത് കൊള്ളാം, നമ്മൾ ഫീസ് കൊടുത്ത് പഠിപ്പിച്ചിട്ട്. ഈ ഒരു ടോണാണ് ഇപ്പോ. ആ ടോണിൽ കുട്ടിയും ആ ടീച്ചറിനെ അത്രയൊക്കെ ബഹുമാനിച്ചാൽ മതി എന്നൊരു കൺക്ലൂഷനിൽ സ്വയം എത്തുകയാണ്. അതിന് എക്സ്പീരിയൻസ് ഇല്ല, അതിന് ലോകവിവരമില്ല, അതിന്റെ സമൂഹം, അതിന്റെ സൊസൈറ്റി, അതിന്റെ തിങ്കിങ് ചെറുതാണ്. അവിടെ വെച്ച് അത് ഡിഫൈൻ ചെയ്യുന്നത് ഈ മാതാപിതാക്കൾ പറയുന്ന കേട്ട് മാത്രമാണ്. അപ്പൊ അത് കൊടുക്കുന്ന ബഹുമാനവും അതിലേക്ക് കുറഞ്ഞു ചുരുങ്ങി വരുന്നു. നമ്മൾ കണ്ടുവരികയാണ്, ഇപ്പൊ ഒരുപാട് ഇൻസിഡൻസ് നടക്കുകയാണ്, സ്കൂളുകൾ ടീച്ചേഴ്സിന് ബഹുമാനം ഇല്ലാതെ സംഭവിക്കുന്നത്. അത് എനിക്ക് പറയാൻ തന്നെ നാണക്കേടുള്ള പല സംഭവങ്ങളും. ഇപ്പൊ ടീച്ചറിന്, മാഡത്തിന് അറിയാം, ഓരോ സ്കൂളുകളിലും ഓരോ കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ പാരന്റ്സും കുട്ടികളും ഒക്കെ ടീച്ചേഴ്സുമായിട്ട് ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പൊ ഇത് വീടുകളിൽ നിന്ന് തുടങ്ങേണ്ട, വീടുകളിൽ നിന്ന് പഠിപ്പിക്കേണ്ട ചില ബഹുമാന പെരുമാറ്റ രീതികളുണ്ട്. അത് പാരന്റ്സ് തന്നെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർ മാതൃകയാക്കണം. ഇവിടെ വന്ന് ഈ കുട്ടിയുടെ ഈ പരിപാടി ഞാൻ ആദ്യം തന്നെ കണ്ടതാണ്, ഇതിങ്ങനെ വൈറലാകുന്നതിന് മുമ്പ് തന്നെ. കുട്ടി കയറിയിരിക്കുമ്പോൾ ഞാനും എന്റെ മോനും ഞങ്ങൾ ഫാമിലിയോടെ കാണുകയാണ്. അപ്പൊ കുട്ടി വന്ന് കയറിയിരിക്കുമ്പോ പാവം അമിതാഭ് ബച്ചൻജിയും വന്ന് ഈ കുട്ടിയെ സഹായിക്കുന്നുണ്ട് കയറിയിരിക്കാൻ, കുറച്ച് ആയതുകൊണ്ട്. അപ്പൊ നോർമലി എനിക്കൊന്നും തോന്നിയില്ല, പക്ഷെ എന്റെ മകൻ പറഞ്ഞു, കുട്ടി താങ്ക് യു പറഞ്ഞില്ല ഉമ്മ എന്ന് പറഞ്ഞു. ശരിയാണ്, ആ കുട്ടി താങ്ക്സ് പറഞ്ഞില്ല. കുട്ടി പക്ഷെ ചിലപ്പോ ഒരു വെപ്രാളത്തിലായിരിക്കാം, നമുക്ക് മനസ്സിലാക്കാം, ഒരു വെപ്രാളത്തിലായിരിക്കാം. ഇരുന്ന് കഴിഞ്ഞ് പക്ഷെ കാണാതെ പഠിച്ചോണ്ട് വന്ന പോലെ സമയം കളയുന്ന മോനെ, എല്ലാ ക്വസ്റ്റ്യനും അങ്ങ് ആൻസർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കണം, എങ്കിലേ നമുക്ക് വലിയ ഇത് കിട്ടുള്ളൂ, വലിയ പ്രൈസ് മണി കിട്ടുള്ളൂ. ഈ ഒരു നേടിയെടുക്കുക, എങ്ങനെയും നേടുക, ഇതാണ് പുതിയ പാരന്റ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്ന് വേണം പുതിയ പേരന്റ് തന്നെയായി ഞാനും പറയേണ്ടി വരിക. കാരണം നേടിയെടുക്കുക, നമ്മുടെ കാര്യം സാധിക്കുക, ഇത് കുറച്ച് കൂടുതലാണ് ഇന്നത്തെ കാലത്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനെയും ഇങ്ങനെ കീറി മുറിക്കും. എന്ത് വന്നാലും അമ്മയെ തല്ലിയാൽ 2 ഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴാണ് കൂടുതൽ കറക്റ്റായി വരുന്നത്. ഈ രണ്ടാമത്തെ ഭാഗക്കാർ പറയും, അത്ര വിവരമൊന്നും ഇല്ലാത്തവരും വയസ്സാകില്ലേ, പിന്നെ എന്തിനാണ് വയസ്സന്മാരെ ബഹുമാനിക്കുന്നത്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഓരോ ട്രോളുകളൊക്കെ ആയിട്ട്. ഇത്തരം കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞിന് ഫോണോ സോഷ്യൽ മീഡിയയോ കൊടുക്കാതിരുന്നാൽ പോലും അതുള്ള കുട്ടികളുമായിട്ടാണ് ഇവർ ഇന്ററാക്ട് ചെയ്യുന്നത്. അതുപോലെ കോവിഡ് സമയത്തുണ്ടായ ഒരു വീട്ടിനകത്തിരിപ്പ് ഇതിവരെ സമൂഹത്തിൽ നിന്ന് നന്നായിട്ട് അകറ്റിയിട്ടുണ്ട്. അന്ന് നമ്മളും വീട്ടിനകത്താണ്, കുഞ്ഞുങ്ങളും വീട്ടിനകത്താണ്, ഒരു ചെറിയ സർക്കിളായി മാറിപ്പോയി ഓരോ കുടുംബങ്ങളും. ഇത് ഈ കുഞ്ഞുങ്ങൾ, അതായത് ഇപ്പൊ 10 വയസ്സുള്ള, ഇപ്പൊ 15 വയസ്സുള്ള, ഇപ്പൊ 8 വയസ്സുള്ള കുട്ടികളെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തുണ്ടായ ഒരു മിക്സ്ഡ്, അതിന്റെ എല്ലാം കൂടെ പ്രതിഫലനമായിരുന്നു അന്ന് അവിടെ അമിതാഭ് ബച്ചൻ സാറിന്റെ മുമ്പിൽ സംഭവിച്ചത്. അദ്ദേഹം അത് വളരെ നന്നായി ഹാൻഡിൽ ചെയ്തു. കാരണം അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന്റെ പക്വത, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്. ചിലപ്പോ മറ്റൊരാളായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുക, ഈ കുഞ്ഞിനോട് ഇങ്ങനെ ആയിരിക്കില്ല ഉത്തരം പറയുക. കുട്ടിയുടെ ആവേശം, അവൻ അവിടെ തോൽക്കാൻ പോകുന്നു, അത് തെറ്റാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുമ്പോൾ, സാധാരണ വലിയ ആൾക്കാർ വരുമ്പോൾ ആ ഒരു പോയിന്റിൽ അദ്ദേഹം അത് തിരുത്താൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്കൊന്നും കൂടെ ആലോചിച്ചുകൂടെ, നിങ്ങൾക്കൊന്ന്, പക്ഷെ അവിടെ അതിന് പോലും സ്പേസ് കുട്ടി കൊടുക്കുന്നില്ല. മാഡം, കുട്ടി ഓവർ കോൺഫിഡൻസിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്. നീയാണ് ബെസ്റ്റ്, നീയാണ് മിടുക്കൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത്
അങ്ങനെ തന്നെ കുട്ടി കൊണ്ടുവരികയാണ്. എനിക്ക് റീതിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ കറക്റ്റ് ആണ് എന്നുള്ള ഒരു റോങ് കൺക്ലൂഷനിലെത്തിയ കുട്ടി പുറത്താകുന്നിടത്താണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അതിനെ ടാർഗറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതീവ കോൺഫിഡൻസിൽ പോയി ഇതൊരു 1 കോടി വിൻ ചെയ്താൽ ഈ സംഭവം ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക. പക്ഷെ ഇടയ്ക്ക് വെച്ച് അവന്റെ രണ്ടാമതൊരു ആലോചിക്കാനുള്ള മടി, സാഹചര്യത്തിനോട് ബിഹേവ് ചെയ്യാനുള്ള അറിവില്ലായ്മ, അതവനെ പെടുത്തി കളഞ്ഞു. അവിടെയാണ് എല്ലാവരും ആ കുഞ്ഞിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായി എടുത്തിട്ട് കൊടുത്തത്. പിന്നെ ആ സമയത്തുണ്ടായ അച്ഛന്റെ ഒരു എക്സ്പ്രഷനും പോയല്ലോ, എല്ലാം പോയി എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ആണ്. പക്ഷെ അവൻ നല്ല ചിന്താശക്തിയുള്ള, നല്ലതായി പഠിക്കുന്ന, അറിവുള്ള കുഞ്ഞാണ്. അതുകൊണ്ടാണ് അവിടെ വരെ എത്തിയത്. അതുകൊണ്ടാണ് അവൻ സ്വന്തം പാനലിൽ നിന്ന് ആദ്യമായി അതാ ഹോട്ട് സീറ്റിലേക്ക് എത്തുന്നത്. അത് കൂടാതെ കുട്ടി ഔട്ടായെന്ന് അറിഞ്ഞിട്ടും അവൻ ആ സമചിത്തതയൊന്നും വെടിയാതെ ചോദിച്ചു, എനിക്ക് ഇത്രയും പ്രൈസ് മണിയല്ലേ കിട്ടിയുള്ളൂ, അപ്പൊ താങ്കളുടെ കൂടെ എനിക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കില്ലല്ലോ. അത്രയും ചിന്തിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് മാതൃകകൾ അല്ലെങ്കിൽ ആ പേരൻസ് കൊടുത്ത ശിക്ഷണത്തിന്റെ ഒരു ചെറിയ കുറവ്, അതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞ് അങ്ങനെ ബിഹേവ് ചെയ്തത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, എന്തായാലും നമ്മൾ ഈ ഇഷിത് ഭട്ടിന്റെ ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ കൂടിയാണ് സംസാരിക്കുന്നത്, അവരെ കുറിച്ച് കൂടിയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ശ്രീമതി ലക്ഷ്മി നായർ, എങ്കിലും ഇപ്പോഴും എനിക്കുള്ള സംശയം ഈ നോ പറയേണ്ടത് എവിടെയാണ് എന്നാണ്. കാരണം ഒരു വിഭാഗം ആളുകൾ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ചോദിക്കുമ്പോൾ പറയും, നിങ്ങൾ കുഞ്ഞുങ്ങളോട് നോ പറയരുത്, അവരിഷ്ടമുള്ളത് ചെയ്യട്ടെ, അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വിടൂ എന്ന് പറയും, എങ്കിലേ അവർ ക്രിയേറ്റീവ് ആവുകയുള്ളൂ, നിങ്ങൾ അവർക്ക് തടസ്സം സൃഷ്ടിക്കരുത്. പക്ഷേ മറുഭാഗം പറയും, നിങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയണം, നിങ്ങളല്ലാതെ ആരാണ് അവരോട് നോ പറയുക എന്ന്. ഈ ഒരു കൺഫ്യൂഷൻ അത് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിനോട് ഉള്ള പ്രതികരണം? വളരെ നല്ലൊരു ചോദ്യമാണത്. ആക്ച്വലി ഈ നേരത്തെ എന്റെ കോ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ കുട്ടിക്ക് തിരിച്ചറിവില്ല. അപ്പം മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ ആ ഒരു ബയസ് കാരണം കുട്ടി നമ്മൾ വളർത്തുന്ന രീതി അനുസരിച്ച് കുട്ടി ശരിയല്ലാത്തത് ശരിയാണെന്നും തെറ്റായത് തെറ്റല്ല എന്നും മനസ്സിലാക്കുന്ന ഒരു പ്രായമാണ്. അപ്പം നമ്മൾ എവിടെയാണ് നോ പറയേണ്ടത്? നമുക്കറിയാലോ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. അവിടെ നോ പറയുക. അപ്പൊ നോ പറയുമ്പോൾ പലപ്പോഴും ഇവിടെ തന്നെ പല പേരൻസും വന്ന് പറയുന്നത് ടാൻട്രം കാണിക്കും, കുട്ടി വാശി കാണിക്കും. അവിടെയൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് വാശി കാണിക്കുമ്പോൾ മോശം തോന്നുന്നത്? കുട്ടി വാശി കാണിച്ചു എന്നുള്ളത് കൊണ്ടല്ല. അയ്യോ, ആൾക്കാർ എന്ത് വിചാരിക്കും? ആൾക്കാർ വിചാരിച്ചോട്ടെ. നിങ്ങൾ ഹൈപ്പർ ആവാതെ നിങ്ങൾ സമാധാനമായിട്ട് പറയുക, ഇല്ല മോനെ, ഇത് അമ്മയ്ക്ക് ഇപ്പൊ വാങ്ങിച്ചരാം, അല്ലെങ്കിൽ ഇത് അച്ഛൻ ഇപ്പൊ വാങ്ങാൻ പറ്റില്ല, ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ വളരെ കൃത്യമായിട്ട് 3 മാസത്തിൽ ഒരിക്കൽ ഈ സാധനം കിട്ടും, അല്ലെങ്കിൽ ഈ ഗിഫ്റ്റ് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് മേടിച്ചു തരുള്ളൂ എന്നുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കണം ചെറുതിലെ തന്നെ. അതിന് പ്രായം എന്നുള്ള ഒരു ഇതില്ല. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ ഒരു ചാണക്യ നീതിയുണ്ട് കുട്ടികളെ വളർത്തുന്നതിന്. 1 തൊട്ട് 5 വരെ, 1 വയസ്സ് മുതൽ 5 വരെ ഒന്നും വഴക്ക് പറയാതെ നോ പറയാതിരിക്കുക. 5 തൊട്ട് 15 വരെ നോ പറഞ്ഞു വളർത്തുക. 15 കഴിഞ്ഞ് കൂട്ടുകാരനാവുക. ഇതൊരു നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു പരിധി വരെ ഇത് വളരെ കറക്റ്റ് ആണ്. നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ അവരുടെ ഈ അറഗൻസും, നമ്മൾ നേരത്തെ പറഞ്ഞു, കോൺഫിഡൻസും അറഗൻസും തമ്മിലുള്ള ആ കൺഫ്യൂഷൻ അത് വരാതിരിക്കാനായിട്ട് ഈ ചോദിച്ചതുപോലെ നോ എപ്പോ പറയണം എന്നുള്ളതിന് വേണ്ടി നമുക്ക് നമ്മുടെ പേരന്റിങ്ങിൽ ചില ഫോർമാറ്റ്സ് കൊണ്ടുവരണം. ഒന്ന്, കുട്ടികളുടെ എഫേർട്ടിനെ പ്രേസ് ചെയ്യുക. എഫേർട്ടിന്, റിസൾട്ട് മാത്രമല്ല. ആ ചെയ്യുന്ന പ്രവൃത്തി, അവൻ ഇടുന്ന ആ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. പിന്നെ അവന് ചുറ്റും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അതായത് മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നത് നല്ലതാണ്, ഒരു കുഴപ്പമില്ല, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്, തോറ്റാലും കുഴപ്പമില്ല, നീ അടുത്തതിലോട്ട് നല്ലോണം ശ്രമിക്കുക. ആ മാർക്ക് കിട്ടുമ്പോൾ കുട്ടിയെ കള്ളം പറയാൻ പ്രേരിപ്പിക്കാതെ കുട്ടി വന്ന് പറയുക, അയ്യോ നിനക്ക് മാർക്ക് സാരമില്ല, അതെന്തുകൊണ്ടാണ് മോനെ, നീ അന്ന് പഠിക്കാൻ പറഞ്ഞപ്പോൾ പഠിച്ചില്ല അല്ലെ, അതുകൊണ്ടാണ്, ഇനി നമുക്ക് പഠിക്കാം, ഇനി നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കുട്ടിയിൽ വളർത്തിയെടുക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുട്ടികളിൽ ഗ്രാറ്റിറ്റ്യൂഡ്. എന്റെ കോ പാനലിസ്റ്റിന്റെ മകൻ എന്റെ വക ഒരു ഉമ്മ. കാരണം കറക്റ്റാണ്, അമിതാഭ് ബച്ചൻ മോനെ ഇരുത്തിയപ്പോ ആ കുട്ടി താങ്ക് യു പറഞ്ഞില്ല. താങ്ക് യു എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് തോന്നേണ്ട ഒരു ക്വാളിറ്റിയാണ്, അത് കുട്ടിയിലില്ല. അറിയാതെ വരുന്ന ഒരു വാക്കാണ് താങ്ക് യു, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു ഓട്ടോക്കാരൻ ഇറക്കി വിട്ടാൽ തിരിഞ്ഞു നിന്നൊരു താങ്ക് യു പറയുന്നത് നമ്മൾക്ക് തന്നെ, വലിയവർക്ക് തന്നെ എത്ര പേർക്കുണ്ട് ആ ഹാബിറ്റ്, അല്ലെ?
പിന്നെ നമ്മൾ മോഡലാവുക, അതായത് ഈവൻ ഫോർ കമ്പാഷൻ, മറ്റുള്ളവരോട് ദയോടെ പെരുമാറാനും, അതായത് മറ്റുള്ളവരുടെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറാനായിട്ടുള്ള ഒരു സാഹചര്യം വീട്ടിലുണ്ടാക്കുക. പിന്നെ കുട്ടിക്ക് ചോയ്സസ് കൊടുക്കുമ്പം ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചോയ്സ് കൊടുക്കുക. ഇപ്പൊ നമുക്കൊരു പുതിയ വീട് മേടിക്കണം, മോൻ പറയട്ടെ ഇത് ആവശ്യമില്ലാത്തൊരു ഓവർ ഇമ്പോർട്ടൻസ്. കുട്ടി ആരാണെന്നും കുട്ടിയുടെ ലെവൽ എന്താണെന്നും അവന്റെ സ്ഥാനം എന്താണെന്നും നമ്മൾ ആസ് പേരൻസ് നമ്മൾ അവരെ ബോധവൽക്കരിക്കണം. അതൊരു അത്യാവശ്യമാണ്. പേരന്റിങ്ങിന്റെ വളരെ ഇമ്പോർട്ടൻറ്റ്. ചോദിക്കാതിരിക്കുന്നത് സ്നേഹക്കുറവല്ല, ആരോട് എന്ത് ചോദിക്കണം എന്നുള്ളത് പോലെ ആ കുട്ടിക്ക് എന്തറിയാമോ, കുട്ടിയുടെ റൂമിന് എന്ത് പെയിന്റ് വേണം, നിനക്ക് ഏത് കളറാണ്, അവന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചോയ്സസ് കുട്ടിക്ക് കൊടുക്കുക. പിന്നെ എക്സസീവ് പ്രൈസ്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തിട്ടോ, അയ്യോ എന്റെ മോൻ അങ്ങനെയാണ്, എന്റെ മോൻ എന്തൊരു മിടുക്കനാണ്, എന്റെ മോൻ ഇന്ന് പാല് കുടിച്ചു, എന്റെ മോൻ മറ്റേ ചെയ്തു, അതിന്റെ ഒന്നും ആവശ്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീട് വൃത്തിയാക്കുന്നത് ചെയ്താൽ വെരി ഗുഡ്, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ എന്ന് പറയുന്ന അല്ലാതെ അയ്യോ ഇന്നറിയാമോ എന്റെ മോൻ അത് ചെയ്തു അല്ലെങ്കിൽ എന്റെ മോൾ ഇത് ചെയ്തു. അപ്പൊ അവരെന്ത് ചെയ്യും, എന്ത് പറ്റും, അവരെല്ലാത്തിലും ഓവറായിട്ട് അപ്രീസിയേഷൻ എക്സ്പെക്ട് ചെയ്യും. അത് റിയലുള്ള ലോകത്തിൽ അത് ഇല്ല. അപ്പൊ കുട്ടികൾക്ക് വളരുംതോറും അവരുടെ ആ സെൽഫ് ഇമ്പോർട്ടൻസ് കൂടുകയും ചെയ്യും. അത് കിട്ടാതിരിക്കുമ്പോൾ അവരുടെ ബിഹേവിയറിൽ അറഗൻസ് വരികയും ചെയ്യും. പിന്നെ നല്ല ചാലഞ്ചസ് കൊടുക്കുക. അഗെയിൻ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചാലഞ്ചസ്. നിനക്കിത് ചെയ്യാതിരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ, നിനക്ക് ഇത് പറ്റുമോ, അമ്മ ഇന്ന് അല്ലെങ്കിൽ ഇപ്പൊ അമ്മ ഇപ്പൊ എന്നെ പോലെ സ്വീറ്റ് ടൂത്ത് ആണ്, അപ്പം ഇന്ന് ഫുൾ ഡേ ഞാൻ മധുരം കഴിക്കില്ല. അത് കണ്ടു വളരട്ടെ. ചാലഞ്ചസ് ഏറ്റെടുക്കാൻ കുട്ടികൾ കണ്ടു വളരണം. ഈ നമ്മൾ ഈ ഫ്രെയിമിനുള്ളിൽ കുട്ടികളെ വളർത്തുന്നത് ഒന്ന് ഫോളോ ചെയ്താൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കുട്ടികളെ ഒന്നും അറിയിക്കാതെ വളർത്തണം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു പേരന്റിങ് ഫോമാണ്. അത് പലപ്പോഴും പേരൻസിന് അറിയില്ല, സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത്, അവരെ കറക്റ്റ് ചെയ്യാൻ ആളില്ല, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സഫർ ചെയ്യുന്ന നമ്മൾ അയ്യോ എനിക്ക് കൊച്ചിലെ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്റെ മോന് ഞാൻ എല്ലാം കൊടുക്കും എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി പോകുന്നത്. അപ്പൊ ഈ മോൻ, ഞാനിത് സത്യത്തിൽ ഞാൻ കണ്ടപ്പോ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന അത്രയൊന്നും ഈ കുട്ടിയോട് ദേഷ്യമൊന്നും തോന്നില്ല. ആക്ച്വലി ഞാൻ എന്റെ സ്ഥാനത്ത് ഉള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് പൊതുവെ കുട്ടികളോട് ഒരിക്കലും, എനിക്ക് പ്രത്യേകിച്ച് 10 വയസ്സുള്ള കുട്ടി, എനിക്ക് കുറ്റം പറയാൻ തോന്നാറില്ല. അപ്പൊ എനിക്ക് ആ കുട്ടിയുടെ അഹങ്കാരം അതെങ്ങനെ വന്നു, അതെങ്ങനെ കറക്റ്റ് ചെയ്യാം, നമ്മുടെ ഉള്ള മക്കൾ ബാക്കി ലൈക്ക് യു കറക്റ്റ്ലി സെഡ്, ബാക്കിയുള്ള മക്കൾക്ക് എങ്ങനെ ഇത് വരുത്താതിരിക്കാം, എങ്ങനെ നല്ല കാര്യം. ഗുഡ് ബിഹേവിയർ നെവർ ഗോസ് ഔട്ട് ഓഫ് ഫാഷൻ. എപ്പോഴും ഗുഡ് ബിഹേവിയർ, ഏത് പ്രായത്തിലും ഗുഡ് ബിഹേവിയർ, ഗുഡ് മാനേഴ്സ് എപ്പോഴും ഇൻ ഫാഷനാണ്. അപ്പൊ അത് നമ്മളുടെ കുട്ടികളിൽ, എന്റെ കോ പാനലിസ്റ്റ് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞതുപോലെ പേരൻസ് തന്നെ പഠിപ്പിക്കണം. നമ്മൾ പഠിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാർ പഠിപ്പിക്കും. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മൾ ഈ എഫേർട്സ് ഇതൊരു പാറ്റേൺ ആക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കള് നന്നായിട്ട് വളരും. ശരി, നമ്മൾ കുറച്ച് കാര്യം ഇപ്പം മാം പറഞ്ഞത് വളരെ പൂർണ്ണമായിട്ടും പറഞ്ഞു എങ്കിൽ കൂടിയും ഈ കുഞ്ഞുങ്ങളോട് പല കാര്യങ്ങളും ഈ തിരുത്തൽ നമ്മൾ വരുത്തുന്നത് അത് എപ്പോൾ എങ്ങനെ എന്നുള്ള ചോദ്യം കൂടി വളരെ പ്രസക്തമല്ലേ അഡ്വക്കേറ്റ് സമീറ? കാരണം താങ്കളുടെ പല വീഡിയോസിലും താങ്കൾ അത് സംസാരിക്കുന്നുണ്ട്, എങ്ങനെ കുഞ്ഞുങ്ങളോട് അത് പറയണം അല്ലെങ്കിൽ എപ്പോൾ പറയണം. ചിലപ്പോൾ അവർക്കത് ഹേർട്ടാവും അല്ലെങ്കിൽ ഷെയിം ആവും, അതൊന്നും ആകാതെ എങ്ങനെ നമുക്ക് പറയാം എന്നതും വളരെ പ്രധാനപ്പെട്ടതല്ലേ പാരന്റിങ്ങിൽ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം, ഈ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാരന്റ് ആൻഡ് ചൈൽഡ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഒച്ച വെച്ചോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ ഇമോഷണലി പോലും കുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പാരന്റ്സിനെ എനിക്കറിയാം. മാർക്ക് മേടിക്കാനും നന്നായി പഠിക്കാനും ഒക്കെ, അതെല്ലാം അവർക്ക് കൊടുക്കുന്ന സ്ട്രെസ്സാണ്. അങ്ങനെയൊന്നും അല്ലാതെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുത്ത മാഡം പറഞ്ഞ പോലെ നോ പറയാൻ പഠിപ്പിക്കാൻ. നോ പറയാൻ നമ്മൾ പറയുന്ന നോകളാണ് പിന്നെ അവർ ഒരു നോയിലേക്ക് വരികയുള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്തു. ഇപ്പം എനിക്കും ഒറ്റ മകനാണ്, ഞാനും ഒറ്റ മകളാണ്. ഞാൻ 80കളിലെ ഒറ്റ മകളാണെങ്കിൽ അവൻ ഇപ്പോൾ 2000കളിലെ ഈ ജനറേഷന്റെ ഒറ്റ മകനാണ്. പക്ഷെ എന്നെയും നോ പറഞ്ഞ് തന്നെ വളർത്തിയത് കൊണ്ടായിരിക്കാം എനിക്കും നോ പറയാൻ പറ്റുന്നത്. ഈ 6 പോക്കറ്റ് ഒക്കെ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഭയങ്കര ചർച്ചയിലാണല്ലോ. ഒറ്റ മകൻ, ഇപ്പുറത്ത് ഒറ്റ മകൻ, അവർക്കുണ്ടാകുന്ന ഒറ്റ മകൻ, അപ്പൊ അമ്മൂമ്മ അപ്പൂപ്പൻ ഇത് പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞാൻ ഒറ്റ മകളായതുകൊണ്ടായിരിക്കാം എന്നെ പക്ഷെ എല്ലാ നോയും പറഞ്ഞാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ മാഡം പറഞ്ഞത് കറക്റ്റ് ആണ്, അപ്പോൾ തൊട്ടേ ഇത് തുടങ്ങണം. അല്ലാതെ ആദ്യമൊക്കെ എല്ലാം സമ്മതിച്ചു കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് പറഞ്ഞാൽ കൊച്ചിന്റെ സ്വഭാവം മാറും. കൊച്ചിന് അത് ശീലമായി പോകും. ശീലമായി പോയി ഇത് മാറ്റാൻ കുട്ടിക്ക് മാത്രമല്ല നമുക്കും പാടാണ്. അപ്പൊ ശീലിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്.
ആ നോ പറയലിൽ മറ്റൊരു സൈഡും കൂടെയുണ്ട്. നമ്മൾ കുഞ്ഞിനോട് നോ പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയാൽ മാത്രമേ നാളെ കുഞ്ഞിന് ഒരു അപകടത്തിലോ അല്ലെങ്കിൽ ഒരു നോ പറയേണ്ട സിറ്റുവേഷനിലോ നോ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അത് സുഹൃത്തായിക്കോട്ടെ, മുതിർന്നവരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ. ചുറ്റുപാടും വളരെ അപകടങ്ങൾ നിറഞ്ഞ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങൾ അതിലൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരണമെങ്കിൽ ഒരുപാട് നോ അവരും പറയാൻ തയ്യാറാവണം. ഇപ്പൊ കുട്ടികൾ കുറച്ചും കൂടെ ബോൾഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അഹങ്കാരം എന്നും അറഗൻസ് എന്നുള്ളത് മാറ്റിവെച്ച് കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി ബോൾഡാണ്, കുറച്ചും കൂടി സ്മാർട്ടാണ് കഴിഞ്ഞ ജനറേഷനേക്കാൾ എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അതിന്റെ കാരണം അവരുടെ പാരന്റ്സ് കുറച്ചും കൂടെ സ്മാർട്ടായത് തന്നെയാണ്. ആ പാരന്റിങ്ങിൽ വന്ന സ്മാർട്ട്നെസ് കുട്ടികളെ പ്രതിഫലിക്കുന്നു. പക്ഷേ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് എല്ലാ പാരന്റ്സിനും ഇല്ല. സത്യസന്ധമായി പറഞ്ഞ എല്ലാ പാരന്റ്സും കുഞ്ഞുങ്ങളുമായി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വെക്കുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. അത് ഒരു എക്സ്ട്രീം. മറ്റേ എക്സ്ട്രീമിൽ മാഡം പറഞ്ഞ പോലെ വീട് വെക്കുന്നത് തൊട്ട് വീട്ടിൽ മേടിക്കുന്ന പാലിന്റെ കവർ മിൽമ വേണോ മറ്റേത് വേണോ എന്ന് ചോദിക്കുന്നത് വരെ കുട്ടികൾ തീരുമാനിക്കുന്ന കാലം. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീംസ് ആണ്. ഇതിന്റെ ഇടയിലുള്ള ഒരു കാര്യത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടേതായ സ്ഥാനങ്ങളും കുഞ്ഞുങ്ങളുടേതായ അപ്രീസിയേഷനും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ആ ഒരു ഇൻപുട്ട്, അവർ നമ്മുടെ ഫാമിലിയിൽ ഇടുന്ന ഇൻപുട്ട് ആ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടുപോയാലാണ് കുട്ടിക്കും പാരന്റ്സിനും എന്തിന് സമൂഹത്തിനും മൊത്തത്തിലും കുടുംബത്തിനും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, മോനാണ് തീരുമാനിക്കുന്നത് അല്ലെ മകളാണ് തീരുമാനിച്ചു. മകൾ പറഞ്ഞു ഇന്ന് ഈ ഡ്രസ്സ് വേണ്ട, അതുകൊണ്ട് ഞാൻ എന്തിന് നമ്മുടെ കാര്യം തീരുമാനിക്കാൻ നമുക്ക് സാധിക്കാതെ മകളോ മകനോ ആണ് തീരുമാനിക്കുന്നതെന്ന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞാൽ നാളെ ഇതേ മകൾക്ക് സ്വന്തമായി തീരുമാനമെടുക്കാതെ ഭർത്താവിന്റെയോ മറ്റൊരാളുടെയോ തീരുമാനത്തിന് വഴങ്ങേണ്ടി വരാനുള്ള മാതൃകയാണ് നമ്മളാവുന്നത്. അത് ഒരിക്കലും പാടില്ല. നല്ല കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ അശ്വതി എന്നോട് ചോദിച്ച പോലെ എന്റെ വീഡിയോസ് അശ്വതി കാണാറുണ്ടെന്ന് എനിക്കറിയാം. അതിൽ ഞാൻ കുഞ്ഞിനോട് പറയുന്നത് ആ വീഡിയോ എടുക്കാൻ വേണ്ടി മുൻകൂട്ടി പറഞ്ഞ് പഠിപ്പിച്ചിട്ടല്ല. ഞാൻ അതിനെ ഇരുത്തിയിട്ട് മോനെ ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ എന്ന്. അപ്പൊ അവന്റെ നാച്ചുറൽ ആയിട്ടുള്ള റിയാക്ഷൻസ് തന്നെയാണ് ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നത്. അവൻ അറിയാവുന്ന കാര്യമാണ്, അവൻ അറിയാവുന്ന കാര്യം തിരിച്ചു പറയുന്നു. അപ്പൊ നമ്മൾ ആ കമ്മ്യൂണിക്കേഷനിലൂടെ കുഞ്ഞിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവര് ശ്രദ്ധിച്ചിരിക്കും. ഏറ്റവും കൂടുതൽ എന്നോട് എല്ലാവരും ചോദിക്കുക മോനെ സമ്മതിക്കണം കേട്ടോണ്ടിരിക്കുന്നല്ലോ ഉപദേശം എന്നാണ്. ശരിക്കും ഉപദേശം എന്നുള്ളത് അങ്ങ് മാറ്റി വെച്ചാൽ അതൊരു ഉപദേശമല്ല, ഞങ്ങളുടെ സംസാരമാണ്. ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. അത് അവന്റെ പഠിത്തത്തിനെ കുറിച്ചും അവന് വേണ്ട ആവശ്യങ്ങളെ കുറിച്ചും മാത്രമല്ല. ആദ്യം ഞാൻ അതാണ് പറഞ്ഞു തുടങ്ങിയത്. അത് മാത്രമായി പോകരുത് പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള സംസാരം. അല്ലാത്ത കാര്യങ്ങൾ, ബഹുമാനത്തിന്റെ കാര്യം, പ്രാർത്ഥനയുടെ കാര്യം, ഡിസിപ്ലിന്റെ കാര്യം, അവരെ ആവശ്യമില്ലാത്ത മോട്ടിവേഷൻ പറഞ്ഞ് അവരെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഇതൊക്കെ അവർക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പതുക്കെ ടൈം എടുത്ത് അവരെ മനസ്സിലാക്കി അവരെ ഒപ്പം നിർത്തി നമ്മൾ അവരോടൊപ്പം ഉണ്ടെന്നുള്ള തോന്നൽ കൊടുത്ത് അതൊക്കെ മനസ്സിലാക്കി കൊടുത്താൽ കുട്ടികളുടെ അറഗൻസും കുട്ടികളുടെ ഈ പേഷ്യൻസ് കുറവ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പേഷ്യൻസേ ഇല്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണത്. കുട്ടികൾ അടുത്തതിലേക്ക് ചാടിപ്പോവാൻ. ഇത് മാഡം പറഞ്ഞ പോലെ ഗെയിം കളിക്കലും അല്ലെങ്കിൽ റീൽസ് ഇപ്പോ ഭയങ്കര അഡിക്ഷൻ ആണ്. കാരണം പെട്ടെന്ന് മാറിപ്പോകുന്നത് കൊണ്ട് വലിയ വീഡിയോസ് കാണാതെ. അതെ, ഞാൻ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നതിനെ എതിർക്കുന്ന ഒരാളാണ്. അശ്വതിക്ക് അറിയാലോ. ഞാൻ അതിനെ ഒട്ടും അനുയോജിക്കുന്നില്ല. കുട്ടികൾക്ക് ഫോണിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ടീച്ചേഴ്സ് എന്തെങ്കിലും അയച്ചു തന്ന ഒരു പ്രിന്റ് എടുത്തോ അല്ലെങ്കിൽ അത് ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ കൊടുത്ത് നെറ്റ് ഇല്ലാത്ത ഒരു ഫോണിൽ കൊടുക്കാനേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിന് പക്ഷെ നമ്മൾ ഫോൺ അങ്ങ് കൊടുക്കുന്നത് നമ്മുടെ സൗകര്യത്തിനല്ലേ. എന്നിട്ട് എന്തിനാ കുഞ്ഞുങ്ങളെ പറയുന്നത്? നമുക്ക് ഫ്രീ ആവും, നമുക്ക് ജോലി ചെയ്യാൻ എപ്പോഴും ഇന്നാ പിടിച്ചോ ഒരു ഫോൺ. ഈ കുട്ടിയുടെ വീഡിയോ വന്നത് കൂടാതെ ഒരു മലയാളി കുട്ടിയുടെ വീഡിയോ അടുത്ത് വൈറലായിരുന്നു. ഒരു പെൺകുട്ടി വളരെ കരഞ്ഞ് സ്ട്രെസ്ഡ് ഔട്ടായി കരഞ്ഞ് ബഹളം വെച്ച് അമ്മയോട് എന്തൊക്കെയോ പറയും. അതുപോലെ പേരുകൾ വിളിക്കുക, അങ്ങനത്തെ വീഡിയോസും നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അമ്മയെ അച്ഛനെയൊക്കെ മോശം രീതിയിൽ സംസാരിച്ച മോശം വാക്കുകൾ പറയുന്നത് ഇതേ അച്ഛനും അമ്മയും തന്നെ എടുത്ത് വൈറലാകാൻ വേണ്ടി വീഡിയോ ആക്കുന്നു. ആ കുട്ടിക്ക് പിന്നീടുണ്ടാവുന്ന അതിനുണ്ടാവുന്ന ഡാമേജ് അവർ ശ്രദ്ധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ വളർന്ന് വലുതായി ലോ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യമായി ഒരു തെറി കേൾക്കുന്നത്, ഒരു മോശം വാക്ക് കേൾക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത് നോർമൽ. ഇപ്പൊ നോർമലൈസിംഗിന്റെ കാലമാണല്ലോ. നോർമലൈസ്ഡ് ആയി. യൂട്യൂബേഴ്സ് ഒക്കെ, അതായത് ചെറുപ്പക്കാരായ യൂട്യൂബേഴ്സ് ലൈവ് സ്ട്രീമിങ്ങിലൊക്കെ പച്ചത്തെറി, പുറത്ത് പറയാൻ പറ്റാത്ത തെറികളാണ് പറയുന്നത്. അത് ഫോളോ ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ്. വളരെ ചെറിയ 10 വയസ്സ് 12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ അത് ലൈവ് സ്ട്രീമിൽ കണ്ടുകൊണ്ടിരിക്കും. ഇതിനെതിരെ അവബോധങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ട്. ലൈവ് സ്ട്രീമിംഗ് ഒന്നും എനിക്ക് തോന്നുന്നു പലരും അഭിസംബോധന ചെയ്യപ്പെടുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ
വളരെ നോർമൽ ആണെന്നാണ് കുഞ്ഞുങ്ങളുടെ വിചാരം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരി, ഞാൻ നമ്മുടെ സമയം അവസാനിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. ശ്രീമതി ലക്ഷ്മി നായർ, താങ്കൾ ഒരു സ്കൂളിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എപ്പോഴും എന്തെങ്കിലും വിഷയം വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഈ പാരൻസും ടീച്ചേഴ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. അതെനിക്ക് എപ്പോഴും ഇതുപോലെ തന്നെ സംശയമുള്ളൊരു കാര്യമാണ്. നമ്മൾ പണ്ടാണെങ്കിൽ നമ്മുടെ അമ്മയൊക്കെ അച്ഛനൊക്കെ സ്കൂളിൽ വന്ന് PTA മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ നല്ല അടി കൊടുത്തോ, നല്ല തല്ല് കൊടുത്തോ, ഒന്നും നോക്കണ്ട, ആരും ചോദിക്കാൻ വരില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പാരൻറ്റും അങ്ങനെ പോയി പറയില്ല. 1-2 സംഭവങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളോടുള്ള എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ആ ഒരു ബന്ധം അതുകൂടി ദൃഢമാകേണ്ട, അല്ലെങ്കിൽ ഇപ്പോഴുള്ളതുപോലെ അല്ല വേണ്ടത് എന്ന എൻ്റെ സംശയം വാലിഡ് അല്ലേ? ഒന്ന്, ഞങ്ങളുടെ സ്കൂളിൽ, കാര്യം ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ പേരൻസും ടീച്ചേഴ്സും നമുക്ക് ഒന്നാമത് റെസ്ട്രിക്ഷൻ ഇല്ല. പേരന്റിന് എപ്പോ വേണമെങ്കിലും ടീച്ചറിനെ കാണാം, എന്നെ കാണാം, അപ്പം അപ്പോയിന്റ്മെന്റ് എടുക്കുക, അങ്ങനെയൊന്നുമില്ല ഇവിടെ. അത് ഞാൻ വളരെ പെർട്ടിക്കുലർ ആണ് അതില്. പേരൻസിന് നമുക്ക് അങ്ങനെ ആക്ച്വലി നമുക്ക് പേരൻസ് ഉണ്ട്, മാം 2 അടി കൊടുത്തോളൂ സാരമില്ല എന്ന് പറയുമെങ്കിലും ഇവിടെ നമുക്ക് അങ്ങനെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ വഴക്ക് പറയും, അല്ലെങ്കിൽ ഒന്ന് വോൺ ചെയ്യും, അല്ലെങ്കിൽ ഒന്ന് മോസ്റ്റ്ലി നമ്മള് ഞാനൊരു സൈക്കോളജിസ്റ്റൂടെ ആയതുകൊണ്ടായിരിക്കാം ടീച്ചേഴ്സിനെയൊക്കെ എൻകറേജ് ചെയ്യുന്നത് സ്നേഹം കൊണ്ട്. കാര്യം ഇവിടെ ഞങ്ങളുടെ സ്കൂൾ എന്ന് പറഞ്ഞാൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പൊ ഈ പ്രായം എന്റെ വിശ്വാസം സ്നേഹം കൊണ്ട് മാത്രം നന്നാക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും അങ്ങനെ, ഞാൻ ഇൻഫാക്ട് പേരൻസിനെ ഡിസ്കറേജ് ചെയ്യും, അടിയും വഴക്കും ഒക്കെ പറയുന്നതിന് പേരൻസിനെ ഡിസ്കറേജ് ചെയ്യും. കാരണം അതിന്റെ ആവശ്യമില്ല. അൺലെസ് കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, കുട്ടി അങ്ങനെ വളരെ അറഗന്റ് ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. കുട്ടിയെ സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ടുവരാനുള്ള വഴികളുണ്ട്, ഉപദ്രവിക്കാതെയും അടിക്കാതെയും ഭയപ്പെടുത്താതെയും. കാര്യം ഭയം ഒരു ശാശ്വതമായ പരിഹാരം അല്ല. ഭയം അല്ല, ബഹുമാനം വേണം. പക്ഷെ ഭയം എന്ന് പറയുന്നത്, അപ്പൊ ഭയം അവോയ്ഡ് ചെയ്താൽ കുട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ നമുക്ക് കണ്ട അറിവല്ലേ. നമ്മൾ ചെറുതിലെ കള്ളം പറഞ്ഞു, ഒരു അടി കിട്ടി, അടുത്ത പ്രാവശ്യം മുതൽ മനസ്സിലാവാത്ത രീതിയിൽ കള്ളം പറയും. അല്ലെങ്കിൽ ഞാനൊരു തെറ്റ് ചെയ്തു, ഒളിച്ച് ചെയ്യുക, അപ്പം ആ തെറ്റ് എനിക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. അപ്പൊ ആക്ച്വലി എന്നെ കറക്റ്റ് ചെയ്യുന്നില്ല ആരും. ഐ എം നോട്ട് ഗെറ്റിംഗ് കറക്റ്റഡ്. അവിടെ ഞാൻ ചെയ്യാനുള്ള തെറ്റ് എന്തായാലും ചെയ്യും. പക്ഷെ അതേസമയം കുട്ടിയെ വിളിച്ചിരുത്തി മനസ്സിലാക്കി, നമ്മളുണ്ട് കൂടെ, നിനക്കൊരു അബദ്ധം പറ്റിയെങ്കിലും സാരമില്ല, നമുക്കത് ശരിയാക്കാം, ഇനി മോൻ ചെയ്യരുത്, കാരണം ഇതാണ് അതിന്റെ ഭവിഷ്യത്ത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അമ്മയുടെ അടുത്ത് പറ, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പറ, നമ്മൾ പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ, അതായത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ ഇല്ലായ്മകൾ മക്കൾ അറിഞ്ഞു വളരണം. അപ്പൊ അത്യാഗ്രഹം ഉണ്ടാവില്ല. നമുക്കുള്ളതിനോട് താങ്ക്ഫുൾ ആയിരിക്കുക, അത് പഠിപ്പിക്കണം കുട്ടികളെ. അത് നമ്മൾ അങ്ങനെ ആയാലേ പറ്റുള്ളൂ. നമ്മള് ഇപ്പൊ പലപ്പോഴും ചർച്ച ചെയ്ത് പേരൻസിനെ നോക്കാത്ത പേരൻസ് ഉണ്ട്, അപ്പൊ അവരുടെ മക്കളും അതുപോലെ തന്നെ ആയിരിക്കും, അല്ലെ? അപ്പം സാഹചര്യമാണ് എല്ലാം നമ്മൾ ലീഡ് ചെയ്യുന്നെങ്കിലും നമ്മൾ ഈ ഡെവലപ്മെന്റ്, നമ്മൾ ഈ മോഡേൺ ആവുന്നതിന്റെ ഒരു കൺഫ്യൂഷനിൽ മോഡേൺ ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തെറ്റായ പ്രവണതകളിൽ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കും. 10 വയസ്സ് വരെ കുട്ടികളെ അടിച്ചല്ല, നമ്മൾ സ്നേഹിച്ച് തന്നെ വളർത്തണം. കാര്യം ആ പ്രായം അവരുടെ മനസ്സ്, ബ്രെയിൻ വളരുന്നതും അവരുടെ ബിഹേവിയർ സ്ട്രെങ്തൻ ആവുന്ന പ്രായമാണ്. 10 വയസ്സ് കഴിഞ്ഞിട്ടല്ല കുട്ടികളുടെ ബിഹേവിയർ സ്ട്രെങ്തൻ. അത് അവർ കഷ്ടപ്പെട്ട് പഠിച്ച് വേറൊരു തെറ്റായ സർക്കംസ്റ്റാൻസസിൽ ചെന്ന് സ്വയം പഠിപ്പിച്ചെടുക്കുന്നതാണ് ആ പ്രായം കഴിഞ്ഞിട്ട്. പക്ഷെ 10 വയസ്സ് വരെ നമ്മുടെ കേരളം ടീച്ചറിന്റെ ആയാലും, ടീച്ചർ അടിച്ച് പഠിപ്പിക്കണം എന്നുള്ളത് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ ആവശ്യമില്ല. നമ്മൾ അടിയല്ല. അടി എന്ന് വെച്ചാൽ ഒരു കുട്ടിയെ നമ്മളെയും കാട്ടി വീക്കായിട്ടുള്ള ഒരു വ്യക്തിയെ ദേഹോപദ്രവം ഏൽപ്പിച്ച് പഠിപ്പിച്ചെടുക്കുകയാണ്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഡിക്റ്ററ്റോറിയൽ ആൻഡ് അതോറിറ്റേറിയൻ അതല്ല. നമുക്ക് പഠിപ്പിക്കാം. നമ്മൾ അതിനാണ് ഇവിടെ ഇരിക്കുന്നത്, അല്ലെ? നമ്മൾ പേരൻസ് ആണെങ്കിലും നമ്മൾക്ക് ഒരു കുട്ടിയെ ഈ ലോകത്ത് കൊണ്ടുവന്നെങ്കിൽ ആ കുട്ടിയോടുള്ള ചുമതലയുണ്ട് നമുക്ക് വേറെ എന്ത് ജോലിയാണെങ്കിലും എന്താണെങ്കിലും ആ കുട്ടി നമ്മൾ പറഞ്ഞിട്ടല്ല, ആ കുട്ടി ചോദിച്ചിട്ടല്ല ഈ ലോകത്ത് വന്നത്. നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം എന്റെ കോ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ പറഞ്ഞില്ലേ, മോൻ അറിയാവുന്ന ഉത്തരങ്ങൾ പറയും, മോനോട് എല്ലാ കാര്യങ്ങളും ഞാൻ സംസാരിക്കും. ആ മോൻ നന്നായിട്ടേ വളരൂ, മോൻ തെറ്റില്ല. അത് 100% എനിക്ക് പറഞ്ഞു. അൺലെസ് കുട്ടിക്ക് എന്തെങ്കിലും ബ്രെയിൻ നേരെ വളരാത്ത കുട്ടികൾക്കാണെങ്കിലേ അങ്ങനെ പ്രശ്നമുള്ളൂ. അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് നമ്മൾ സ്നേഹത്തിൽ ഉപദേശിച്ചു കൊടുത്ത് സ്നേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് ഒരു മിഡിൽ പാത്ത്, സ്ട്രിക്റ്റും ആയിരിക്കണം, അതേസമയം സ്നേഹവുമായിട്ട് വളർത്തിയാൽ
തെറ്റില്ല കുട്ടികൾ, 100% എനിക്ക് ഉറപ്പാണ്. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. പക്ഷേ ഈ ഒരു വിഷയം അരമണിക്കൂറിലല്ല സംസാരിക്കാൻ ഇനിയുമുണ്ട് കാര്യങ്ങൾ, ചോദ്യങ്ങൾ ഇനിയുമുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ ബാക്കി നിൽക്കട്ടെ. ഇനിയും അങ്ങോട്ട് നമുക്ക് ഇനിയും അവസരങ്ങൾ വരും സംസാരിക്കാൻ. വളരെയധികം നന്ദി രണ്ടുപേർക്കും ഇത്രയും സമയം ഞങ്ങൾക്കായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്.